അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വർത്താനം? റാഹത്തല്ലേ? സുഖല്ലേ? ഇൻഷാ അല്ലാഹ് അങ്ങനെ നമ്മിലേക്ക് പുണ്യ റബീഉൽ അവ്വൽ സമാഗതമായി കൊണ്ടിരിക്കുകയാണല്ലേ. അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ, അതിനൊക്കെ വേണ്ട പ്രിപ്പറേഷനുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ. നമ്മളെക്കൊണ്ട് കഴിയുന്ന സ്വലാത്തുകൾ നമ്മൾ ചൊല്ലുന്നുണ്ട്. കഴിയുന്ന രീതിയിൽ ആ പുണ്യ റബീഇനെ വരവേൽക്കാൻ, പുണ്യ റബീഇനെ വെൽക്കം ചെയ്യാൻ, അതിന് മർഹബയോദാൻ നമ്മൾ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് കോടാനുകോടി സ്വലാത്തുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മരിക്കുന്നതിന് മുമ്പ് നമുക്ക് ചൊല്ലി തീർക്കാൻ, അവിടത്തേക്ക് ഹദിയ ചെയ്യാൻ, അവിടുത്തെ കൂടുതൽ ഇഷ്ടം വെക്കാനൊക്കെയുള്ള ഭാഗ്യം പഠിച്ചോ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്താണെങ്കിലും സ്വലാത്തിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും നമുക്ക് എത്ര പറഞ്ഞാലും തീരൂല അല്ലേ. നമ്മുടെയൊക്കെ എന്താ പറയുക, ഉള്ളിൻ്റെ ഉള്ളിൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എത്രയോ ചൊല്ലണം, ഒരുപാട് ചൊല്ലി തീർക്കണം, ഒരുപാട് സ്വലാത്തിലായിട്ട് കഴിയണം എന്നുള്ള ആഗ്രഹം. കാരണം എന്താണ്, ശരിക്കും അതൊരു ലഹരിയാണ്. ലഹരി എന്ന് പറഞ്ഞാൽ നമ്മളതിങ്ങനെ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കിയിട്ട് ഇങ്ങനെ നടന്നാലേ പിന്നെ നമുക്ക് സ്വലാത്തിനോടൊരു പ്രത്യേക താല്പര്യം വരും. എപ്പോഴും നമ്മുടെ നാവിലൂടെ സ്വലാത്ത് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിക്കണോ എന്നുള്ളത് എനിക്കറിയില്ല. സ്വലാത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നമ്മുടെ മനസ്സിങ്ങനെ വല്ലാണ്ട് എന്താ പറയുക ചാഞ്ചാടിക്കൊണ്ടിരിക്കും. അവിടത്തോടുള്ള ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലയറിച്ചുകൊണ്ടിരിക്കും. സ്വലാത്തിലൂടെ നമ്മുടെ നാവുകൾ ഇങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. ശരിയല്ലേ? ഒരിക്കൽ മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നുണ്ട്, അള്ളാഹിൻ്റെ ഹബീബെ, അള്ളാഹിൻ്റെ റസൂലെ, ഞാൻ നിങ്ങളുടെ മേലിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന ഒരാളാണ്. അതിനാൽ എത്ര സ്വലാത്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചൊല്ലേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ സ്വലാത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി എത്രയാണ് ഞാൻ നിശ്ചയിക്കേണ്ടത്? ആ സമയത്ത് അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ എത്രയാണോ ഉദ്ദേശിച്ചത് അത്ര. ആ സമയം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വീണ്ടും പറയുന്നുണ്ട്, ആ സമയത്ത് ഞാൻ പറഞ്ഞു, എന്നാൽ എൻ്റെ സമയത്തിൻ്റെ 1/4 ഭാഗം നിങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ ഞാൻ മാറ്റിവെച്ചാലോ ഹബീബെ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതും ഇതേപോലെ, നീ ഉദ്ദേശിച്ച അത്ര അതിലും കൂടുതലാവുകയാണെങ്കിൽ അത് നിനക്ക് വളരെയധികം ഗുണകരമായിരിക്കും എന്നാണ് പറഞ്ഞത്. എന്നാൽ ഞാൻ പകുതി നിങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ നിശ്ചയിച്ചാലോ? അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിച്ചത്ര അതിലും കൂടുതലാക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ഉത്തമമായിരിക്കും. ആ സമയത്ത് മഹാനവറുകൾ പറയാണ്, അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ 2/3 ഭാഗം നിങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ നിശ്ചയിച്ചാലോ? ആ സമയത്തും അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ അരുളി, നിങ്ങൾ ഉദ്ദേശിച്ചത്ര അതിലും കൂടുതലാക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായിരിക്കും. ആ സമയത്ത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്നാൽ എൻ്റെ സമയം മുഴുവനും അങ്ങക്ക് വേണ്ടി ഞാൻ സ്വലാത്ത് ചൊല്ലാൻ മാറ്റി വെച്ചിരിക്കുകയാണ് ഹബീബെ എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താ അറിയോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പരിഹരിക്കപ്പെടും, എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും ചെയ്യുമെന്ന് അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ശരിക്കും അതാണ് സ്വലാത്ത്. നമ്മൾ എത്ര ചൊല്ലിയാലും ഏറൂല, എത്ര ചൊല്ലിയാലും അത് കൂടുതലായെന്ന് പറയാൻ നമ്മളെക്കൊണ്ട് പറ്റൂല. അല്ലെങ്കിൽ ഇത് നമ്മൾ ചൊല്ലിയ സ്വലാത്ത് ഏറെയായി എന്ന് നമുക്ക് പറയാൻ പറ്റൂല. നമ്മൾ ചൊല്ലും തോറും അതിനോടുള്ള ഇഷ്ടം കൂടും, അതിലേക്കുള്ള എന്താ പറയുക മനസ്സിൻ്റെ ചായ്വ് കൂടും, അതിനോടുള്ള പ്രത്യേക താല്പര്യം വരും. അതിലൂടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ചരിത്രം പറഞ്ഞത്, നമ്മളെക്കൊണ്ട് പറ്റുന്ന സ്വലാത്തുകൾ പറ്റുന്ന എത്ര ഈ പുണ്യ റബീഉൽ അവ്വലിലെങ്കിലും ഓരോ തവണയോ എത്രയാണോ കഴിയുന്ന അത്രയൊക്കെ നമ്മൾ ചൊല്ലാൻ ശ്രമിക്കുക. കഴിയുന്നത്ര വർദ്ധിപ്പിച്ച് ലക്ഷ്യങ്ങൾ നമ്മൾ ചൊല്ലിയുണ്ടാക്കുക. അതാണല്ലോ ആദ്യം പറയുന്ന എന്നോടാണ് പറയുന്നത്, പിന്നെ നിങ്ങളോടും. അല്ലാഹു പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി തീർക്കാനുള്ള ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.